നമ്മുടെയൊക്കെ പൂർവികർ രക്തം ചിന്തി തോളോട് തോൾ ചേർന്ന് ജാതി മത വ്യത്യാസമില്ലാതെ വൈദേശിക ശക്തികൾക്കെതിരെ പോരാടി നേടിയെടുത്ത ഈ സ്വാതന്ത്ര്യം, ഈ മതേതരത്വം, ഈ മതനിരപേക്ഷത ഇത് തകരാൻ പാടില്ല. അതുകൊണ്ട് തകർക്കാതെ സൂക്ഷിക്കുമെങ്കിൽ ഞങ്ങൾ നിങ്ങളോടൊപ്പം നിൽക്കാം എന്ന് പറയേണ്ട പണ്ഡിതന്മാർ അവർ ഉറക്കെ പറയുന്നത്, ഞങ്ങൾക്കുള്ള വിഹിതം നൽകിയാൽ, ഞങ്ങളെ സഹായിച്ചാൽ ഞങ്ങൾ നിങ്ങളെയും സഹായിക്കാം എന്ന് പറയുന്ന വളരെ നാണം കെട്ട വർത്തമാനം. സത്യവിശ്വാസികളായ സഹോദരങ്ങളെ, അല്ലാഹു സുബ്ഹാനഹു വ തആല നാം എല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. ജീവിതത്തിൽ നമ്മൾ ഇടപെടുന്ന എല്ലാ മേഖലകളിലും ശ്രദ്ധിക്കുകയും പാലിക്കുകയും ചെയ്യേണ്ട നിയമങ്ങൾ അല്ലാഹു തആല നമുക്ക് നൽകിയിട്ടുണ്ട്. അതിൽ വിശ്വസിക്കുന്നവരാണ് സത്യവിശ്വാസികളായ നാം ഓരോരുത്തരും. ആ നിയമങ്ങളെ പാലിക്കുമ്പോഴാണ് നാം അള്ളാഹുവിൻ്റെ അനുസരണയുള്ള അടിമകളായി തീരുക. അക്കാര്യം എന്നെയും നിങ്ങളെയും ഓർമ്മപ്പെടുത്തിക്കൊണ്ട് അള്ളാഹുവിൻ്റെ നിയമനിർദ്ദേശങ്ങളെ എന്ത് പ്രതിസന്ധി ഉണ്ടെങ്കിലും പാലിക്കുവാൻ ശ്രദ്ധിക്കണമെന്ന് വളരെ ആത്മാർത്ഥമായി ആദ്യം എന്നോടും തുടർന്ന് നിങ്ങൾ ഓരോരുത്തരോടും ഞാൻ വസിയത്ത് ചെയ്യുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല അവൻ്റെ സച്ചരിതരായ സദ്വൃത്തരായ അടിമകളിൽ നാം എല്ലാവരെയും ഉൾപ്പെടുത്തുമാറാകട്ടെ. അള്ളാഹുവിൻ്റെ നിയമങ്ങളോടുള്ള ഇഷ്ടവും അതിനെ പാലിക്കാനുള്ള തൗഫീഖും റബ്ബ് സുബ്ഹാനഹു വ തആല നമുക്കൊക്കെ പ്രദാനം ചെയ്യുമാറാകട്ടെ. അവൻ്റെ നിയമ ലംഘനങ്ങളോടുള്ള വെറുപ്പ്, അതിൽ നിന്ന് മാറി നിൽക്കാനുള്ള നിതാന്ത ജാഗ്രത അവൻ നമുക്കൊക്കെ പ്രദാനം ചെയ്യുമാറാകട്ടെ. ഒരുപാട് ആളുകൾ ദുആ ചെയ്യാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ട്. അല്ലാഹു തആല അവർക്കൊക്കെ ശിഫ നൽകുമാറാകട്ടെ. രോഗങ്ങൾ കൊണ്ട് പ്രയാസപ്പെടുന്ന ആളുകൾക്ക് ആജിലായ കാമിലായ ശിഫ റഹ്മാനായ റബ്ബ് പ്രദാനം ചെയ്യുമാറാകട്ടെ. പ്രിയമുള്ളവരെ, ചൂടാണ്, ചൂടിൻ്റെ തുടക്കമാണ് എന്ന് വേണമെങ്കിൽ പറയാം. അന്തരീക്ഷം പതുക്കെ പതുക്കെ ചൂടിൻ്റെ മൂർധന്യത്തിലേക്ക് നീങ്ങുകയാണ്. എന്നാൽ അതിലേറെ ചൂട് തെരഞ്ഞെടുപ്പിൻ്റെ ചൂടാണ്. നമ്മുടെ സംസ്ഥാനമൊട്ടാകെ ചൂട് പിടിച്ചിരിക്കുകയാണ് തെരഞ്ഞെടുപ്പ് പ്രചരണങ്ങളാൽ. നാം ഓരോരുത്തരും അതിൻ്റെ ഭാഗമാണ്. അത് വിവിധ കക്ഷികളായോ വേറെ സംവിധാനങ്ങളായോ ഏതുമാകട്ടെ, ഈ ഒരു ജനാധിപത്യ പ്രക്രിയയിൽ നമ്മളൊക്കെ പങ്കാളികളാണ്. നമുക്കൊന്നും മാറി നിൽക്കാൻ കഴിയാത്തതുമാണ്. ഈ ഒരു സാഹചര്യത്തിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങൾ പരിശുദ്ധ ഖുർആനിൻ്റെയും തിരുസുന്നത്തിൻ്റെയും വെളിച്ചത്തിൽ സത്യവിശ്വാസികളായ നിങ്ങളോട് ഓർമ്മപ്പെടുത്തണം എന്ന് വിചാരിക്കുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല കാര്യങ്ങളെ യഥാവിധി മനസ്സിലാക്കി അതിന് വിധേയപ്പെട്ട് ജീവിക്കുവാൻ നമുക്കൊക്കെ തൗഫീക്ക് നൽകുമാറാകട്ടെ. ഇസ്ലാം കേവലം ഒരു മതമല്ല. മതമാണോ എന്ന് ചോദിച്ചാൽ മതമാണ്, പക്ഷെ കേവല മതമല്ല. മതം എന്ന് പറയുമ്പോൾ നമ്മുടെ മനസ്സിലേക്ക് ഓടി വരുന്ന ചില ആചാരങ്ങൾ, അനുഷ്ഠാനങ്ങൾ, ദേവാലയങ്ങളുമായി ബന്ധപ്പെട്ട ചില കർമ്മങ്ങൾ അടങ്ങിയ ഒന്നാണ് മതം. അങ്ങനെ ഒരു മതത്തെ പരിശുദ്ധ ഖുർആനോ പരിശുദ്ധ റസൂലോ പഠിപ്പിച്ചിട്ടില്ല. ഇസ്ലാം എന്നത് ഒരു ജീവിത ദർശനമാണ്. അത് സമ്പൂർണമാണ്, അത് സമഗ്രമാണ്, സാർവത്രികമാണ്, സാർവലൗകികമാണ്.
എല്ലാ ലോകത്തേക്കും ഏത് കാലത്തേക്കും ഉതകുന്ന രീതിയിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല അബുൽ ബശർ ആദം അലൈഹിസ്സലാം മുതൽ മനുഷ്യരാശിക്ക് നൽകിയിട്ടുള്ള ജീവിത ദർശനത്തിൻ്റെ പേരാണ് ഇസ്ലാം. അതിനെ വിവിധ കാലഘട്ടങ്ങളിൽ അതിൻ്റെ പ്രതിനിധികളായി ധാരാളം പ്രവാചകന്മാർ വന്നു പോയിട്ടുണ്ട്. മനുഷ്യൻ എന്തെല്ലാം വിഷയങ്ങളിൽ ഇടപെടുന്നുണ്ടോ അതിനെക്കുറിച്ചെല്ലാം കൃത്യമായ കാഴ്ചപ്പാടുകൾ പരിശുദ്ധ ഇസ്ലാമിലുണ്ട്. പരിശുദ്ധ ഖുർആൻ സൂറത്ത് ഫാത്തിഹ മുതൽ നാസ് വരെ ഒരാവർത്തി വായിച്ചാൽ നമുക്ക് കാണാം, അതിൽ മനുഷ്യൻ്റെ സാമൂഹികവും സാമ്പത്തികവും കുടുംബപരവും രാഷ്ട്രീയവും ഭരണപരവും ഒക്കെയായിട്ടുള്ള കാര്യങ്ങൾ വിശദമായി പ്രതിപാദിക്കുന്നുണ്ട്. എന്നു മാത്രമല്ല, പരിശുദ്ധ ഖുർആനിൽ ആരാധനാ കർമ്മങ്ങളെ സംബന്ധിച്ച് അതിൻ്റെ മസ്അലകളൊന്നും പറയുന്നില്ല. ആരാധനാ കർമ്മങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ടതാണല്ലോ നിസ്കാരം. ആ നിസ്കാരത്തിൻ്റെ രൂപം പോലും കൃത്യമായി പ്രതിപാദിക്കാത്ത പരിശുദ്ധ ഖുർആൻ മനുഷ്യൻ്റെ സാമൂഹിക ജീവിതത്തെക്കുറിച്ച്, മനുഷ്യൻ്റെ രാഷ്ട്രീയ ബോധത്തെക്കുറിച്ച് കൃത്യമായി പറയുന്നുണ്ട് എന്നുള്ളതാണ് യാഥാർത്ഥ്യം. ആരൊക്കെ മറച്ചു വെക്കാൻ ശ്രമിച്ചാലും ആരൊക്കെ പറയാൻ മടിച്ചാലും ഇതൊരു യാഥാർത്ഥ്യമാണ്. പ്രിയമുള്ളവർ, നമ്മളൊക്കെ ഈ ഒരു ജനാധിപത്യ പ്രക്രിയയിൽ രാജ്യത്തിൻ്റെ സംവിധാനത്തിൽ പങ്കാളികളാണെന്ന് ഞാൻ സൂചിപ്പിച്ചു. അത് നമ്മളൊക്കെ ഈ രാജ്യത്തെ പൗരന്മാരാണ്. നമുക്ക് നികുതി നൽകുന്നവരാണ്. ഗവൺമെൻറ്റിൻ്റെ പല അവകാശങ്ങളും, ഗവൺമെൻറ്റിൽ നിന്ന് പല അവകാശങ്ങളും നേടിയെടുക്കുന്നവരാണ്. ഇങ്ങനെ തുടങ്ങി നമ്മളെല്ലാവരും നമ്മുടെ രാഷ്ട്രവുമായി ഭരണവുമായി കൃത്യമായി ബന്ധപ്പെട്ടുകൊണ്ടിരിക്കുന്ന ആളുകളാണ്. അതുകൊണ്ട് തെരഞ്ഞെടുപ്പിലും നമ്മുടെ ഭാഗധേയം വളരെ പ്രധാനമാണ് എന്ന തിരിച്ചറിവ് നമുക്കുണ്ടാവണം. ഒരുപക്ഷെ ജനാധിപത്യം എന്ന് പറയുമ്പോൾ അതിന് ജനാധിപത്യം അംഗീകരിക്കുന്നുണ്ടോ എന്നൊരു മറുചോദ്യം വന്നേക്കാം. ഞാനതിപ്പോൾ വിശദമായി പറയാൻ ഉദ്ദേശിക്കുന്നില്ല. എങ്കിലും ഒന്ന് സൂചിപ്പിക്കേണ്ടതുണ്ട്. കാരണം ജനാധിപത്യം ഇല്ലെങ്കിൽ പിന്നെ അവിടെ വരുന്നത് സ്വേച്ഛാധിപത്യമാണ്, അല്ലെങ്കിൽ രാജവാഴ്ചയാണ്. ലോകത്തുള്ള അറബ് രാഷ്ട്രങ്ങളിലൊന്നും ജനാധിപത്യമില്ല. അതൊക്കെ ഇസ്ലാമിക രാഷ്ട്രങ്ങളാണ് എന്ന് നമ്മൾ ധരിച്ചു വശാകരുത്. അവിടങ്ങളിലെല്ലാം രാജവാഴ്ചയാണ്. ഇസ്ലാം കൃത്യമായ ജനാധിപത്യത്തെ അഡ്രസ് ചെയ്തിട്ടുള്ള ദീനാണ്. പക്ഷേ നമ്മുടെ ജനാധിപത്യത്തിൽ ചില പിശകുകളുണ്ട് എന്ന് പണ്ഡിതന്മാർ ചൂണ്ടിക്കാണിച്ചിട്ടുണ്ട്. അങ്ങനെ ചൂണ്ടിക്കാണിക്കാത്ത, പിശകുണ്ട് എന്ന് ബോധ്യപ്പെട്ടിട്ടും ആ പിശകിനെ അഡ്രസ് ചെയ്യാത്ത പണ്ഡിതന്മാർ, നല്ല പണ്ഡിതന്മാരും ഇന്ന പിശകുകളുണ്ട് എന്ന് ചൂണ്ടിക്കാണിച്ചാൽ അവർ ജനാധിപത്യത്തെ അംഗീകരിക്കാത്തവരും, അവർ മതമൗലികവാദികളും, അവർ ഭീകരന്മാരും തീവ്രവാദികളുമൊക്കെയാണ് എന്ന ചാപ്പകുത്തലുണ്ട്. ജനാധിപത്യം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ജനങ്ങളുടെ സമ്പൂർണമായ ആധിപത്യമാണെങ്കിൽ അത് വിമർശനാത്മകമാണ്. ഡെമോക്രസി എന്ന് പറയുന്നത് ചിലർക്ക് ജനങ്ങളുടെ സമ്പൂർണമായ ആധിപത്യമാണ്. ഒരു ഉദാഹരണം പറഞ്ഞാൽ 51% പേർ നമ്മൾ തിരഞ്ഞെടുത്ത് അയക്കുന്ന ജനപ്രതിനിധികൾ, 100 പേരുണ്ടെന്ന് വെച്ചോളൂ, അതിൽ 51 പേർ ഒരു നിയമത്തിന് വേണ്ടി കൈപ്പൊക്കിയാൽ അതൊരു ആക്റ്റാകും. അതാണല്ലോ ജനാധിപത്യം. ജനങ്ങളാണ് അവിടെ തീരുമാനിക്കേണ്ടത്. ആ ജനാധിപത്യത്തിൽ പിശകുണ്ട് എന്നാണ് ഞാൻ സൂചിപ്പിച്ചത്. കാരണം നമ്മുടെ പല രാജ്യങ്ങളിലും സ്വവർഗരതി നിയമമായിട്ടുണ്ട്. നമുക്ക് അംഗീകരിക്കാൻ പറ്റുമോ? അത് ജനാധിപത്യ പ്രക്രിയയിലൂടെ വന്നിട്ടുള്ളതാണ്. നമ്മുടെ രാജ്യത്ത് 51 തെരഞ്ഞെടുക്കപ്പെട്ട ആളുകൾ സ്വവർഗരതി ആകാം, നിയമമാകാം എന്ന് കൈപ്പൊക്കിയാൽ അംഗീകരിക്കാൻ പറ്റുന്ന ഏതെങ്കിലും മുസ്ലിമീങ്ങൾ ഈ കൂട്ടത്തിലുണ്ടോ?
മുസ്ലിം അല്ലാത്തവരുണ്ടോ? ലിബറലിസത്തിൻ്റെയും യുക്തിവാദത്തിൻ്റെയും അല്ലെങ്കിൽ നിരീശ്വരവാദത്തിൻ്റെയും മരുന്നടിച്ചിട്ടില്ലാത്ത ഏതെങ്കിലും മനുഷ്യർ അതിനെ അംഗീകരിക്കുന്നവരായിട്ടുണ്ടോ? ഒന്നുകൂടെ മനസ്സിലായി, പച്ച മലയാളത്തിൽ ഒരു ഉദാഹരണം കൂടി പറയാം. ഫാഷിസ്റ്റുകൾ ഒരു സംസ്ഥാനം പൂർണ്ണമായി അവർ അധികാരത്തിലായി, അല്ലെങ്കിൽ അവർ വലിയ ഭൂരിപക്ഷത്തിൽ വന്നു ഒരു സംസ്ഥാനത്ത് അല്ലെങ്കിൽ രാജ്യത്ത്, അവരൊരു നിയമം കൊണ്ടുവരിക. ഞാൻ ഒരു അതിശയോക്തിയൊന്നും വേണ്ട, ഒരു ഉദാഹരണം പറയാം. ഈ രാജ്യത്ത് നിന്ന് ഒരു ദിവസം ഒരു മുസ്ലിമിനെ വെച്ച് നമുക്ക് പുറത്താക്കാം. ഇത് അതിശയോക്തിയൊന്നുമില്ല, ഇതൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളാണ്. നടപ്പിലാക്കാൻ പറ്റാത്തത് കൊണ്ട് നടപ്പിലാക്കുന്നില്ലെന്ന് മാത്രം. അങ്ങനെ തീരുമാനമെടുത്താൽ അംഗീകരിക്കാൻ നമുക്ക് പറ്റുമോ? ജനാധിപത്യമല്ല, അംഗീകരിക്കണ്ടേ? 51 പേര് ജനാധിപത്യപരമായി തെരഞ്ഞെടുക്കപ്പെട്ടവരിൽ 51 പേര് കൈപ്പൊക്കിയിരിക്കുന്നു. ഇനി എതിർക്കുന്നവർ ജനാധിപത്യ വിരുദ്ധരാണ് എന്ന് പറയേണ്ടി വരില്ലേ? അപ്പൊ ഏത് കൊള്ളരുതായ്മയും 51% ആളുകൾ കൈപ്പൊക്കിയാൽ നിയമമാകുന്ന ജനാധിപത്യത്തിൽ പിശകുണ്ട് എന്ന് ചൂണ്ടിക്കാണിച്ചിട്ടുണ്ട് മുസ്ലിം പണ്ഡിതന്മാരിൽ പലരും. അല്ലാതെ നമ്മുടെ നാട്ടിൽ നടക്കുന്ന ജനാധിപത്യത്തെ എതിർത്തു എന്നല്ല, മതേതരത്വം അങ്ങനെ തന്നെയാണ്. അത് ഞാനിപ്പോൾ ചർച്ചക്കെടുക്കുന്നില്ല. അതുകൊണ്ട് എൻ്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, നമ്മുടെ രാജ്യത്തുള്ള ജനാധിപത്യം അലിഖിതമായി എഴുതപ്പെടാതെ ഞാനീ പറഞ്ഞ എന്താ പറയുക ഒരു ദൈവപ്രോക്തമായ എന്താ പറയുക ഒരു നിയമത്തിൽ അധിഷ്ഠിതമാണ്, അല്ലെങ്കിൽ ഒരു മൂല്യത്തിൽ അധിഷ്ഠിതമാണ്. അതുകൊണ്ടാണ് നമ്മുടെ നാട്ടിൽ ഈ നിയമങ്ങളെ വിജയിപ്പിച്ചെടുക്കാൻ കഴിയാത്തത്. പല ആളുകളും ലിബറലിസ്റ്റുകളൊക്കെ ചാടിക്കളിക്കുമ്പോഴും അവരുടെ താല്പര്യങ്ങളെ വിജയിപ്പിച്ചെടുക്കാൻ കഴിയാത്തത് ഈ ഒരു മൂല്യ അധിഷ്ഠിതമായ ചിന്താഗതി നമ്മളിലൊക്കെ ഉള്ളത് കൊണ്ടാണ്. അതുകൊണ്ട് നമ്മുടെ രാജ്യത്ത് ജനാധിപത്യം നിലനിൽക്കണം. ഇല്ലെങ്കിൽ എന്ത് സംഭവിക്കുമെന്ന് ചോദിച്ചാൽ അവിടെ പിന്നെ വരെ ഒന്നുകിൽ രാജവാഴ്ച അല്ലെങ്കിൽ സ്വേച്ഛാധിപത്യം. പരിശുദ്ധ ഖുർആനിൽ ഫിർഔനിന്റെ കഥ ധാരാളം പറഞ്ഞിട്ടുണ്ട്. ഫിർഔനെ സംബന്ധിച്ച് ഒരിടത്ത് അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു, ഇന്ന ഫിർഔന അലാ ഫിൽ അർദ്. ഖുർആനിലെ പിന്നെ സൂറത്തുൽ ഖസസ് 3-ാമത്തെ ആയത്തിൽ അല്ലാഹു തആല പറയുന്നു, ഇന്ന ഫിർഔന അലാ ഫിൽ അർദ്. തീർച്ചയായും ഫിർഔൻ നാട്ടിലെ ഗർവ് നടിച്ചു. ഫിർഔൻ എന്ന് പറയുന്നത് ഒരു സ്വേച്ഛാധിപതിയാണ്, ജനങ്ങളെ അടക്കി ഭരിച്ചിരുന്ന ഒരു ഭരണാധികാരിയാണ്. ഇതെന്തിന് ഖുർആനിൽ പറയണം? ഇത് ഖുർആനിൽ ഉള്ളിടത്തോളം കാലം ഇത് മിമ്പറിലും കൂടി പറയാനുള്ളതാണ്. ഇന്ന ഫിർഔന അലാ ഫിൽ അർദ്. തീർച്ചയായും ഫിർഔൻ നാട്ടിലെ ഗർവ് നടിച്ചു. വജഅല അഹ്ലഹാ ശിയഅൻ. അവന്റെ നാട്ടുകാരെ പല കക്ഷികളാക്കി മാറ്റി, ആളുകളെ പല തട്ടുകളിലാക്കി മാറ്റി. ഇന്ന് നമ്മുടെ രാജ്യത്ത് പടിപടിയായി ആ ഒരു സ്ഥിതിവിശേഷത്തിലേക്കാണ് നീങ്ങിക്കൊണ്ടിരിക്കുന്നത്. ഒരു വിഭാഗം ആളുകളെ അതിരുവൽക്കരിക്കുക, ഒരു വിഭാഗം ആളുകളെ മുഖ്യധാരയിൽ നിന്ന് മാറ്റപ്പെടുക, അവരുടെ പൗരത്വം ചോദ്യം ചെയ്യപ്പെടുക, അവരുടെ ആരാധനാലയങ്ങൾ മാന്തി നോക്കുക. ഇങ്ങനെ ഒന്നും രണ്ടുമൊന്നും അല്ല, ഞാൻ പറയേണ്ടതില്ല. അവരായിട്ട് രാജ്യത്ത് ഉയർത്തിയിട്ടുള്ള മനോഹരമായ ചിഹ്നങ്ങളെ അട്ടിമറിക്കപ്പെടുക. ഇതൊക്കെ നമ്മുടെ രാജ്യത്ത് നടക്കുന്നുണ്ടോ? ഇല്ലേ? ഫിർഔൻ ചെയ്തു. യസ്തളഇഫു ത്വാഇഫത മിൻഹും. അവർ പിന്നെ വജഅല അഹ്ലഹാ ശിയഅൻ. നാട്ടുകാരായ ആളുകളെ പല കക്ഷികളാക്കി. യസ്തളഇഫു ത്വാഇഫത മിൻഹും. അവരിൽ ഒരു വിഭാഗത്തെ അവൻ പതുക്കെ ദുർബലരാക്കി മാറ്റി. എന്താ ഫിർഔൻ ചെയ്തത്? അവരിലെ ആൺകുട്ടികളെ കൊന്നുകളഞ്ഞിരുന്നു. ചരിത്രം നമുക്കറിയാം. അവരിൽ പ്രതികരണ ശേഷിയുള്ള ആൺകുട്ടികൾ വളർന്നു വരാൻ പാടില്ല. അതുകൊണ്ടൊരു കാലപരിധി നിശ്ചയിച്ചു. ഇന്ന ഘട്ടങ്ങളിൽ ഉണ്ടാകുന്ന മുഴുവൻ ഇസ്രായേലരായ മക്കളെയും കൊന്നുകളയണം എന്നത് ഫിർഔനിന്റെ രാഷ്ട്രീയമായ തീരുമാനമായിരുന്നു. ഉന്മൂലനം ചെയ്യുക, അവരെ ദുർബലപ്പെടുത്തുക, അവരെ രാജ്യത്ത് നിന്ന് എന്താ പറയാ മാറ്റി നിർത്തപ്പെടുക. പെണ്ണുങ്ങളെ, സ്ത്രീകളെ ലജ്ജയോടുകൂടി ജീവിക്കാൻ വിട്ടു. ഇങ്ങനെ പരാക്രമം കാട്ടി ഫിർഔൻ ഇന്നഹു കാന മിനൽ മുഫ്സിദീൻ. ആ ഫിർഔൻ വലിയ നാശകാരികളിൽപ്പെട്ട ആളായിരുന്നു എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു. ഇത്തരം ഒരു സ്വേച്ഛാധിപത്യം അംഗീകരിക്കാൻ ഇസ്ലാമിന് കഴിയില്ല.
നമ്മുടെ രാജ്യത്ത് അത്തരമൊരു സാഹചര്യം ഉണ്ട് എന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. പക്ഷേ അത്തരമൊരു സാഹചര്യം സൃഷ്ടിച്ചെടുക്കാനുള്ള ശ്രമം നടക്കുന്നു എന്നുള്ളത് ആരൊക്കെ കണ്ണടച്ച് ഇരുട്ടാക്കിയാലും ഒരു യാഥാർത്ഥ്യമാണ് എന്ന ബോധ്യം നമുക്കുണ്ടാകണം. ഇവിടെ ആരാണ് ഇതിനെതിരെ പ്രതികരിക്കേണ്ടത്? നമ്മുടെ കയ്യിൽ ഒരു ആയുധമുണ്ട്. സാധാരണക്കാരായ ഈ രാജ്യത്തെ പൗരന്മാർ, ജനാധിപത്യ പ്രക്രിയയിൽ പങ്കാളികളാകേണ്ട പൗരന്മാർ, അവരെ കയ്യിലുള്ള വജ്രായുധം ഉപയോഗിക്കേണ്ട സമയത്ത് കൃത്യമായി ഉപയോഗിച്ചാൽ ഒരു പരിധിവരെ നമുക്ക് ഇതിനെ പ്രതിരോധിക്കാൻ സാധിക്കും. ഇത്തരം സ്വേച്ഛാധിപതികൾ അരങ്ങുപാടുമ്പോൾ ഇവർക്ക് ഓശാന പാടുന്ന ആളുകളാണ്. ഒന്ന് കോർപ്പറേറ്റുകൾ, മറ്റൊന്ന് പുരോഹിതന്മാർ. ഇതും നമ്മൾ കാണുകയാണ്. ഇതും അല്ലാഹു സുബ്ഹാനഹു വ തആല ഫിർഔനിന്റെ സംഭവത്തിലൂടെ നമ്മെ പഠിപ്പിച്ചിട്ടുണ്ട്. ഫിർഔനിന്റെ നാട്ടിലെ ഏറ്റവും വലിയ മുതലാളിയായിരുന്ന കോർപ്പറേറ്റായിരുന്നു കാറൂൻ. അള്ളാഹുവിന്റെ ഖുർആൻ പറഞ്ഞു, ഇന്ന കാറൂന കാന മിൻ ഖൗമി മൂസ. കാറൂൻ മൂസാ നബിയുടെ ജനതയിൽപ്പെട്ട ആളാണ്. എന്നിട്ട് മറുകണ്ഠം ചാടിയതാണ്. അവിടുത്തെ ന്യൂനപക്ഷത്തിൽപ്പെട്ട മൂസാ നബിയുടെ ജനതയിൽപ്പെട്ട ആളായിരുന്നു കാറൂൻ. ഫബഗാ അലൈഹിം. അവൻ ഈ ആളുകൾക്കെതിരെ തിരിഞ്ഞു, ഇസ്രായേലർക്കെതിരെ തിരിഞ്ഞു. ഇസ്രായേൽ വംശത്തിൽപ്പെട്ട സമ്പന്നനായ കാറൂൻ. ഇന്ന കാർ ഫബഗാ അലൈഹിം വആതൈനാഹു മിനൽ കുനൂസ്. ഫിർഔൻക്ക് നാം ധാരാളം സമ്പത്ത് നൽകിയിട്ടുണ്ടായിരുന്നു. വലിയ സമ്പന്നനായിരുന്നു കാറൂൻ, വലിയ മുതലാളിയായിരുന്നു, ഒരു കോർപ്പറേറ്റ് ആയിരുന്നു. പക്ഷേ അവൻ്റെ ചങ്ങാത്തം ഫിർഔനിനോടായിരുന്നു. മൂസാ നബിയെ കൂട്ടത്തിൽപ്പെട്ട ആളായിട്ട് പോലും വലിയ സമ്പന്നനായ കോർപ്പറേറ്റായ കാറൂനിന്റെ ചങ്ങാത്തം ഫിർഔൻ എന്ന് പറയുന്ന സ്വേച്ഛാധിപതിയായ ഭരണാധികാരിയോടായിരുന്നു. ഖുർആൻ അത് തുറന്നു കാണിച്ചു. എത്ര വലിയ സമ്പന്നനാണെന്നറിയോ അവൻ? ഇന്ന മഫാതിഹു ലതനു ബിൽ ഉസ്ബതി ഉലിൽ ഖുവ. അവന്റെ സമ്പത്ത് സൂക്ഷിച്ച ഖജനാവുകളിലെ ഗോഡൌണുകൾ എന്ന് വേണമെങ്കിൽ പറയാം. ഫിർഔന്റെ സമ്പത്ത് സൂക്ഷിച്ചിട്ടുള്ള ഗോഡൌണുകൾ അല്ലെങ്കിൽ ഖജനാവുകൾ, ആ ഖജനാവുകളുടെ താക്കോലുകൾ മാത്രം ഒരു വലിയ ആരോഗ്യ ദൃഢഗാത്രരായ ഒരു വലിയ സംഘത്തിന് പോലും പൊന്തിക്കാൻ കഴിയാത്തതായിരുന്നു. ഒന്നാലോചിച്ച് നോക്ക്. അപ്പൊ എത്ര വലിയ സമ്പത്തിന്റെ ഉടയ താക്കോലുകൾ, അത് പണം സൂക്ഷിച്ച് വെച്ചിട്ടുള്ള അതിൻ്റെ കവാടങ്ങൾ പൂട്ടിയ താക്കോലുകളില്ലേ, ആ താക്കോൽ പോലും ഒരു വലിയ കൂട്ടം ആളുകൾക്ക് പൊന്തിക്കാൻ കഴിയാത്ത, താങ്ങി നടക്കാൻ കഴിയാത്ത അത്ര ഖനമുണ്ടായിരുന്നു. അത്ര വലിയ സമ്പന്നനായിരുന്നു കാറൂൻ. പക്ഷേ കാറൂന് ഒരു ഭയമുണ്ടായിരുന്നു ഭരണകൂടത്തെ. ഭരണകൂടം ചില സംഗതികൾ കാണിക്കുമ്പോൾ അവരോടൊപ്പം നിൽക്കും. ഇനി മറ്റൊരു കൂട്ടരെ കുറിച്ച് അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു, അവരാരാണ്? പുരോഹിതന്മാരാണ്. തങ്ങളുടെ സമ്പത്ത്, ബിസിനസ്, കച്ചവടം നിലനിർത്താൻ വേണ്ടി കോർപ്പറേറ്റുകൾ സ്വേച്ഛാധിപതികൾക്ക് ചങ്ങാത്തം കൂടുന്നത് പോലെ മറ്റൊരു വിഭാഗം ഈ സ്വേച്ഛാധിപതികളെ സപ്പോർട്ട് ചെയ്യുന്നത് പുരോഹിതന്മാരാണ്. മതത്തിൻ്റെ വേഷം കെട്ടിയ, മതത്തിൻ്റെ ഭാഷ സംസാരിക്കുന്ന, മതത്തിൻ്റെ കോലമുള്ള ഒരു പറ്റം പുരോഹിതന്മാർ അന്നും ഉണ്ടായിട്ടുണ്ട്, എന്നും ഉണ്ടാകും. അദ്ദേഹത്തിൻ്റെ പേരിവിടെ ഖുർആൻ പറഞ്ഞില്ല. കാരണം പിൽക്കാലത്ത് വരുന്ന എല്ലാ പുരോഹിതന്മാർക്കും അത് ബാധകമാണ്. സൂറത്ത് അറാഫിൽ 7-ാം അധ്യായം, ഖുർആനിലെ 7-ാമത്തെ സൂറത്ത് അറാഫിൻ്റെ 175-ാമത്തെ ആയത്ത് സൂക്ഷ്മമായി നമ്മളൊന്ന് വായിക്കണം. അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു, വതുലു അലൈഹിം നബ അല്ലദീ ആതൈനാഹു ആയാതിനാ. നമ്മൾ ഒരുപാട് ദൃഷ്ടാന്തങ്ങൾ നൽകിയ, വിജ്ഞാനം നൽകിയ, അറിവ് നൽകിയ ഒരു മനുഷ്യനുണ്ടായിരുന്നു. അയാളെക്കുറിച്ച് ആളുകൾക്ക് ഓതിക്കൊടുക്കുക, പറഞ്ഞു കൊടുക്കുക. നമ്മളിപ്പോഴും പറയാം, അങ്ങനെ ഒരാളുണ്ടായിരുന്നു. ഇദ്ദേഹം ആരാണ് എന്നതിന് അധിക പണ്ഡിതന്മാരും പറഞ്ഞ പേര് ബൽആം ഇബ്നു ബഊറ എന്ന പേരാണ്. ഇദ്ദേഹം മൂസാ നബിയുടെ കുടുംബക്കാരനായിരുന്നു. ഇദ്ദേഹം ഇസ്രായേലനാണ്, മൂസാ നബിയുടെ കുടുംബത്തിൽപ്പെട്ട ആളാണ്. വലിയ പണ്ഡിതനായിരുന്നു. പക്ഷേ ഭരണകൂടത്തെ ഭയന്നുകൊണ്ട്, ഭരണകൂടത്തിന്റെ താല്പര്യക്ക് അനുസരിച്ച് നീങ്ങി. അദ്ദേഹത്തിന് നാം ഒരുപാട് അറിവ് നൽകിയിട്ടുണ്ടായിരുന്നു. ഫൻസലഖ മിൻഹ.
പക്ഷെ അതിലൊന്നും ഉറച്ചു നിൽക്കാൻ അയാൾ തയ്യാറായിരുന്നില്ല. അയാളിൽ അതിൽ നിന്ന് പതുക്കെ ഊരി. ഫഅത്ബഅഹു ശൈത്താൻ, അപ്പോൾ ശൈത്താൻ അയാളെ പിന്നാലെ പോയി. അയാളെ ശൈത്താൻ പിടികൂടി. ഫകാന മിനൽ ഗാവീൻ, അങ്ങനെ അയാൾ ഒരു ദുഷ്ടനായി മാറി. ആര്? വലിയ പണ്ഡിത വേഷം ധരിച്ച വലിയൊരു പുരോഹിതനെ കുറിച്ച് അല്ലാഹു സുബ്ഹാനഹു വ തആലയാണ് പറയുന്നത്. എന്നിട്ട് അല്ലാഹു പറഞ്ഞു, വലൗ ശിഅനാ ലറഫഅനാഹു ബിഹാ, അദ്ദേഹം അങ്ങനെ ഉറച്ചു നിന്നിരുന്നെങ്കിൽ, ആ പാണ്ഡിത്യം അനുസരിച്ച് പ്രവർത്തിച്ചിരുന്നുവെങ്കിൽ നാം അദ്ദേഹത്തെ ഉയർത്തുമായിരുന്നു, അദ്ദേഹത്തിന് വലിയ പദവി കൊടുക്കുമായിരുന്നു. പക്ഷെ അദ്ദേഹം എന്ത് ചെയ്തു? വലാകിന്നഹു അഖ്ലദ ഇലൽ അർളി, അദ്ദേഹത്തിന് താല്പര്യം ജീവിക്കണം. കണ്ടില്ലേ, നമ്മുടെ ചില പുരോഹിതന്മാർ, പണ്ഡിതന്മാർ ഭരണകൂടത്തോട് പറയുന്നത്, ഞങ്ങൾ ആരെ സഹായിക്കണം, ഞങ്ങൾക്കുള്ള വിഹിതം ഇങ്ങോട്ട് തന്നാ മതി എന്ന് പറയുന്ന നാണമില്ലാത്ത പണ്ഡിതന്മാർ. ഞങ്ങൾക്കുള്ള വിഹിതം കിട്ടിയാൽ ഞങ്ങൾ ആർക്ക് വേണമെങ്കിലും വോട്ട് ചെയ്യാം എന്ന് പറയുന്ന പുരോഹിതന്മാർ. എന്താ ഞങ്ങളുടെ വിഹിതം? ഞങ്ങൾക്ക് സ്ഥാപനങ്ങൾ വേണം, ഞങ്ങളുടെ പരിപാടികൾ വന്ന് ഉദ്ഘാടിച്ചു തരണം, അങ്ങനെ ഞങ്ങളെ ശല്യപ്പെടുത്താതിരുന്നാൽ മതി. യഥാർത്ഥത്തിൽ ഈ പണ്ഡിതന്മാർ പറയേണ്ടത്, ഞങ്ങൾക്കൊന്നും തന്നില്ലെങ്കിലും കുഴപ്പമില്ല, പക്ഷെ ഈ നാട് നിങ്ങൾ നിലനിർത്തണം. നമ്മുടെയൊക്കെ പൂർവികർ രക്തം ചിന്തി തോളോട് തോൾ ചേർന്ന് ജാതി മത വ്യത്യാസമില്ലാതെ വൈദേശിക ശക്തികൾക്കെതിരെ പോരാടി നേടിയെടുത്ത ഈ സ്വാതന്ത്ര്യം, ഈ മതേതരത്വം, ഈ മതനിരപേക്ഷത, ഇത് തകരാൻ പാടില്ല. അതുകൊണ്ട് തകർക്കാതെ സൂക്ഷിക്കുമെങ്കിൽ ഞങ്ങൾ നിങ്ങളോടൊപ്പം നിൽക്കാം എന്ന് പറയേണ്ട പണ്ഡിതന്മാർ അവർ ഉറക്കെ പറയുന്നത്, ഞങ്ങൾക്കുള്ള വിഹിതം നൽകിയാൽ, ഞങ്ങളെ സഹായിച്ചാൽ ഞങ്ങൾ നിങ്ങളെയും സഹായിക്കാം എന്ന് പറയുന്ന വളരെ നാണം കെട്ട വർത്തമാനം പറയുന്ന പുരോഹിതന്മാരെ കണ്ടിട്ടില്ലേ? അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു, ഈ പുരോഹിതന്റെ കാര്യം പറഞ്ഞിട്ട് പറഞ്ഞു, വലാകിന്നഹു അഖ്ലദ ഇലൽ അർളി വത്തബഅ ഹവാ, ഇയാൾക്ക് അയാളുടെ താല്പര്യമായിരുന്നു വലുത്. ഫമസലുഹു, അയാൾ ഏതുപോലെയാണെന്ന് അറിയോ? കമസലിൽ കൽബി, അയാൾ ഒരു പട്ടിയെ പോലെയാണ്. ഖുർആനാണ് ഈ പറയുന്നത്, ആ പണ്ഡിതൻ ഒരു പട്ടിയെ പോലെയാണ്. പട്ടിക്ക് എന്താ പ്രശ്നം? അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു, ഇൻ തഹ്മിൽ അലൈഹി അൽഹസ്, രണ്ടാഗ്രഹ പട്ടിക്കുണ്ടാവുള്ളൂ, രണ്ട് വിശപ്പ്, രണ്ട് ദാഹം. ഒന്ന് തിന്നണം, 24 മണിക്കൂർ നാവ് ഇങ്ങനെ നീട്ടി നടക്കും പട്ടി. നിങ്ങൾ അതിനെ ആട്ടി ഓടിക്കാൻ ശ്രമിച്ചാലും നാവ് നീട്ടും. എന്തെങ്കിലും എല്ലും കഷ്ണം എറിഞ്ഞു കൊടുത്താൽ വേണ്ട, ഒരു കല്ലെടുത്തെറിഞ്ഞാൽ ആ കല്ല് വരെ മണത്തു നോക്കും ആ പട്ടി. എങ്ങനെയെങ്കിലും വയറ്റിപ്പേപ്പ് കഴിയണം. ഇതാണ് പട്ടിയുടെ ഒരു പ്രശ്നമെങ്കിൽ തഫ്സീറുകളിൽ കാണാം, പട്ടിയുടെ രണ്ടാമത്തെ പ്രശ്നം അത് ലൈംഗിക ദാഹമാണ്. പട്ടിക്ക് വലിയ ലൈംഗിക ദാഹമാണ്. ഇതുപോലെയുള്ള പട്ടികളെ പോലെയാണ് ഈ പുരോഹിതന്മാരെന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നു. അതുകൊണ്ട് പ്രിയമുള്ളവരെ, നമ്മൾ ആരോടൊപ്പം നിൽക്കണം? നമ്മുടെ വ്യക്തി താല്പര്യമാണോ നമുക്ക് വലുത്? നമ്മുടെ കുടുംബ താല്പര്യമാണോ നമുക്ക് വലുത്? നമ്മുടെ രാജ്യത്ത് മതനിരപേക്ഷത നിലനിൽക്കണം, നമ്മുടെ രാജ്യത്ത് ഫാഷിസം തകരണം. നമുക്ക് കഴിഞ്ഞ കാലങ്ങളിൽ വിയോജിപ്പുള്ളവരോട് ഇന്ന് യോജിക്കാൻ കഴിയും. കഴിഞ്ഞ കാലങ്ങളിൽ യോജിപ്പുള്ളവരോട് നമ്മൾ ചിലപ്പോൾ ഇന്ന് വിയോജിക്കേണ്ടിയും വരും. നിങ്ങൾ നോക്ക്, നമ്മളിപ്പോൾ ഇറാൻ്റെ കൂടെയാണോ ഇസ്രായേലിൻ്റെ കൂടെയാണോ? നമ്മൾ ഇറാനിൻ്റെ കൂടെയാണ്. ഇറാനിനോട് വിശ്വാസപരമായി നമുക്ക് വലിയ താല്പര്യമൊന്നുമില്ല. ഇറാൻ എന്ന രാഷ്ട്രത്തോടുള്ള താല്പര്യമല്ല അതിനോടൊപ്പം നിൽക്കാൻ നമ്മെ പ്രേരിപ്പിക്കുന്നത്. അതിനേക്കാൾ വലിയ ഭീകരന്മാരാണ് അപ്പുറത്തുള്ളത് എന്നതുകൊണ്ടാണ്. ഇറാൻ തകരുമ്പോൾ പിന്നെ തകരുന്നത് മുഴുവൻ അറബ് രാഷ്ട്രങ്ങളുമാണ് എന്ന് ചരിത്രം പഠിക്കുന്ന ആർക്കും പറയാൻ കഴിയും. അതുകൊണ്ട് ഇറാനിൻ്റെ വിശ്വാസവും ഇറാനിൻ്റെ ദൈവസങ്കല്പം ചർച്ച ചെയ്യേണ്ട സമയമല്ല ഇത്. അതിനോടുള്ള എല്ലാ വിയോജിപ്പുകളും എതിർപ്പുകളും നിലനിർത്തിക്കൊണ്ട് സാമ്രാജ്യത്വം തകരണം, സാമ്രാജ്യത്വം തുലയണം. നോക്ക്, ഒരു കാലത്ത് നമ്മൾ ഇറാനെതിരായിരുന്നു. അതെന്താണ്? പരിശുദ്ധ ഖുർആനിൽ ഒരു അധ്യായമുണ്ട്, 30-ാം അധ്യായം, സൂറ അർ-റൂം. റോം എന്ന് പേരുള്ള ഒരു അധ്യായം. സൂറത്തിന്റെ പേര് തന്നെ റോം എന്നാണ്. റോം എന്ന പേരുള്ള ഒരു അധ്യായമുണ്ട് ഖുർആനിൽ, സൂറ അർ-റൂം. റൂം എന്നാണ് അറബിയിൽ പറയുക. റോം എന്ന് പറയുന്നത് അന്നത്തെ വലിയൊരു ശക്തിയാണ് റോം. ആ റോമകാരും പേർഷ്യക്കാരും തമ്മിൽ യുദ്ധമുണ്ടായി. പേർഷ്യ എന്ന് പറയുന്ന ഇന്നത്തെ ഇറാനാണ്.
അന്ന് പേർഷ്യ, അന്ന് റോമുകാരും പേർഷ്യക്കാരും യുദ്ധമുണ്ടായി. റോമുകാർ പരാജയപ്പെട്ടു. അള്ളാഹുവിന്റെ റസൂലിന് വിഷമം തോന്നി. റോമുകാരാരാണ്? ക്രിസ്ത്യാനികളാണ്. ക്രിസ്ത്യാനികളോട് വിശ്വാസപരമായി ആദർശപരമായി നമുക്ക് യോജിക്കാൻ കഴിയുമോ? പക്ഷേ റസൂൽ വിഷമിച്ചു. കാരണം അന്നത്തെ പേർഷ്യക്കാർ അപകടകാരികളാണ്. അതുകൊണ്ട് റോമുകാരോടൊപ്പം നിൽക്കണം. റോമുകാരോടൊപ്പം നിന്നു. ഖുർആൻ പറഞ്ഞു അലിഫ് ലാം മീം ഗുലിബത്തിർ റൂം. അലിഫ് ലാം മീം എന്ന് പറഞ്ഞു തുടങ്ങിയിട്ട് അല്ലാഹ് പറഞ്ഞു റോം ഇതാ പരാജയപ്പെട്ടിരിക്കുന്നു. റോം എന്ന് പറയുന്ന വലിയ സാമ്രാജ്യം പരാജയപ്പെട്ടിരിക്കുന്നു. ഫി അദ്നൽ അർളി, നമ്മുടെ തൊട്ടടുത്ത നാട്ടിൽ വെച്ച് അവർ പരാജയം മണത്തിരിക്കുന്നു. വഹും മിൻ ബഅദി ഗലബിഹിം സയഗ്ലിബൂൻ, കൂടുതൽ വൈകാതെ തന്നെ അവർ വിജയിക്കും. പേർഷ്യയെ അവർ പരാജയപ്പെടുത്തും. അന്നത്തെ പേർഷ്യ എന്ന് പറയുന്നത് ഇറാനാണ്. ഇന്ന് നമ്മൾ ആ ഇറാനെതിരാണ്. കാരണം അന്നത്തെ ഇറാനല്ല ഇന്നത്തെ ഇറാൻ, അന്നത്തെ റോമല്ല ഇന്നത്തെ അമേരിക്കയും ഇസ്രായേലും. അതുകൊണ്ട് പ്രിയമുള്ളവരെ, കഴിഞ്ഞ കാലങ്ങളിൽ എന്ത് എന്നതല്ല പ്രശ്നം. ഇന്ന് നമ്മുടെ രാജ്യത്ത് ഫാഷിസ്റ്റുകൾക്ക് വെള്ളവും വളവും നൽകുന്നത് ആരാണ് എന്ന നല്ല ബോധ്യം ഓരോ മുസ്ലിമിനും ഈ വജ്രായുധം ഉപയോഗപ്പെടുത്തുമ്പോൾ ഉണ്ടാകണം. ഇത് ചെറിയ ആയുധമല്ല നമ്മുടെ വോട്ട്. അത് നമ്മുടെ താല്പര്യങ്ങൾക്ക് വേണ്ടിയാകരുത്, കേവല കക്ഷിരാഷ്ട്രീയത്തിന് വേണ്ടിയാകരുത്. ഞാനും നിങ്ങളൊക്കെ കക്ഷിരാഷ്ട്രീയമുള്ള ആളുകളായിരിക്കാം, എല്ലാവരും രാഷ്ട്രീയത്തിൽ പ്രവർത്തിക്കുന്നവരായിരിക്കാം. ആ കക്ഷിരാഷ്ട്രീയം എന്നതിനപ്പുറം നമ്മുടെ നാട് നിലനിൽക്കണം. ഇവിടുത്തെ മതേതരത്വവും മതനിരപേക്ഷതയും തകരാതിരിക്കണം. എല്ലാവരും നല്ല ആളുകളാണെന്നൊന്നും നമുക്ക് അഭിപ്രായമില്ല. അല്ലെങ്കിൽ ഇന്ന ആളുകൾ ഈ 100% ഓക്കെയാണ് എന്ന് നമുക്ക് ഒട്ടും അഭിപ്രായമില്ല. തമ്മിൽ ഭേദം തൊമ്മൻ എന്ന് പറഞ്ഞതുപോലെ നമുക്ക് ഇത് നഷ്ടപ്പെടാതിരിക്കാൻ, തകരാതിരിക്കാനുള്ള ശ്രമങ്ങൾ എല്ലാ സത്യവിശ്വാസികളുടെ ഭാഗത്തു നിന്നും ഉണ്ടാകണമെന്ന് വളരെ ആത്മാർത്ഥമായി ഓർമ്മപ്പെടുത്തുകയാണ്. അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, നമ്മുടെ ഇടപെടലുകൾ അള്ളാഹുവിനോട് നമ്മൾ സമാധാനം ബോധിപ്പിക്കേണ്ടി വരും, ഉറപ്പായും പറയേണ്ടി വരും. ജീവിതത്തിൽ എല്ലാ മേഖലയിലും നമ്മൾ ഇടപെടുന്ന എല്ലാ മേഖലകളിലും അള്ളാഹുവിനെ സൂക്ഷിക്കണം എന്ന് പറഞ്ഞുകൊണ്ടാണല്ലോ നമ്മൾ ഖുതുബ ആരംഭിക്കുന്നത് തന്നെ. കഴിഞ്ഞ നമ്മുടെ നാട്ടിലെ ചരിത്രങ്ങൾ ഒന്നൊന്നായി പരിശോധിച്ചാൽ, 1, 2, 3 എന്ന് പറഞ്ഞ് പരിശോധിച്ചാൽ ആരാണ് ഈ രാജ്യത്തിൻ്റെ മതനിരപേക്ഷത തകർക്കാൻ ശ്രമിക്കുന്നവരും അല്ലെങ്കിൽ ശ്രമിക്കുന്നവരോടൊപ്പം നിൽക്കുന്നത് എന്ന് നന്നായി ആലോചിച്ചിട്ട് വേണം നമ്മുടെ ഈ അവകാശത്തെ ഉപയോഗപ്പെടുത്താനെന്ന് എൻ്റെ പ്രിയപ്പെട്ട സഹോദരന്മാരോട് ഓർമ്മപ്പെടുത്തുകയാണ്. ഈ ചങ്ങാത്തം എന്നും നിലനിൽക്കും. ഏത് ചങ്ങാത്തം? ഭരണകൂടവും കോർപ്പറേറ്റുകളും അതുപോലെ പൗരോഹിത്യവും. ഒരു വലിയ അന്തർധാരയാണ്. നമ്മൾ അറിയാത്ത ഒരു ചരട് അവർക്കിടയിലുണ്ട്. ഭരണകൂടത്തിൻ്റെ തെറ്റായ ചെയ്തികളെ ഒരിക്കലും തുറന്നെതിർക്കുകയില്ല പുരോഹിതന്മാർ. എന്താ കാരണം? അതാണ് ഡീല്, അതാണ് യഥാർത്ഥത്തിൽ ഡീല്. കോർപ്പറേറ്റുകൾ ഞങ്ങളുടെ സമ്മേളനത്തിന് വന്നാൽ 40 ലക്ഷത്തിൻ്റെയും 50 ലക്ഷത്തിൻ്റെയൊക്കെ പള്ളിയും സ്ഥാപനങ്ങളും പാസ്സാക്കി തരുമ്പോൾ കോർപ്പറേറ്റുകൾക്കെതിരെ സംസാരിക്കാൻ ധൈര്യപ്പെടുകയില്ല. ആര്? പുരോഹിതന്മാർ. ഭരണകൂടം പോലും കോർപ്പറേറ്റുകൾക്കെതിരെ സംസാരിക്കാൻ താല്പര്യപ്പെടുകയില്ല. അപ്പൊ ഇതൊരു വലിയ ഡീലാണ്. ഇത് ഇബ്രാഹിം നബിയുടെ ചരിത്രത്തിലേക്ക് വന്നാൽ നമുക്ക് കാണാൻ കഴിയും. ഇബ്രാഹിം നബിയെ നേരിട്ടത് അവിടുത്തെ ഭരണകൂടമായ നമ്രൂദാണ്. ആ നമ്രൂദിന് എല്ലാ ഒത്താശയും ചെയ്തത് അവിടുത്തെ വലിയ പുരോഹിതനായ ഇബ്രാഹിം നബിയുടെ തന്നെ വാപ്പയായ ആസറാണ്. ഇതൊക്കെ ഇനി ചർച്ച ചെയ്യാൻ പോവുകയാണ് ഹജ്ജുമായി ബന്ധപ്പെട്ട്. ചരിത്രത്തിൽ എന്നും അങ്ങനെയാണ്. മക്കയിലും അത്തരം ഒരു സ്ഥിതിവിശേഷം ഉണ്ടായിരുന്നു. മക്കയിലെ ഭരണകൂടത്തിന് കൃത്യമായി മനസ്സിലായി നമ്മുടെ കസേരയുടെ ചുവട്ടിൽ നിന്ന് മണ്ണൊലിക്കുകയാണ്. അല്ലാണ്ട് കേവലം നിസ്കാരത്തിന് വേണ്ടിയായിരുന്നില്ല റസൂലിന്റെ പ്രവർത്തനം.
ഈ നാട്ടിൽ സമാധാനം ഉണ്ടാകണം. ഇബ്രാഹിം നബിയുടെ പ്രാർത്ഥന, റബ്ബി ജഅൽ ഹാദാ ബലദൻ ആമിന, അല്ലാഹുവേ ഈ നാട് അമ്നുള്ള നിർഭയത്വമുള്ള നാടാക്കണേ അല്ലാഹ്. എല്ലാ ജാതിക്കാരും എല്ലാ മതസ്ഥരും മതമില്ലാത്തവരും ആരെയും ഭയപ്പെടാതെ നിർഭയമായി ജീവിക്കാൻ കഴിയുന്ന സാഹചര്യം ഈ നാട്ടിൽ ഉണ്ടാക്കണേ റബ്ബേ എന്നാണ് ഇബ്രാഹിം അലൈഹിസ്സലാമിന്റെ പ്രാർത്ഥന. അല്ലദീ അത്അമഹു മിൻ ജൂഇൻ വആമനഹു മിൻ ഖൗഫ്. പരിശുദ്ധ ഖുർആൻ പറഞ്ഞു, ജനങ്ങൾക്ക് സുഭിക്ഷത ഉണ്ടാകണം, ആരും പട്ടിണി കിടക്കാൻ പാടില്ല, ആരും ആരെയും ഭയപ്പെടാനും പാടില്ല. വഅത്അമഹും മിൻ ഖൗഫ് ആമനഹും അല്ലദീ അത്അമഹും മിൻ ജൂഇൻ വആമനഹു മിൻ ഖൗഫ്. ഒരു മതത്തിന്റെ ആഘോഷം വരുമ്പോൾ പള്ളികളും മറ്റു മതങ്ങളുടെ ആരാധനാലയങ്ങളും ടാർപ്പായി കെട്ടി മറക്കേണ്ടി വരുന്ന ദുരന്തപൂർണമായ വഷളായ സാഹചര്യം നമ്മുടെ നാട്ടിലില്ലെങ്കിൽ പോലും നമ്മുടെ രാജ്യത്തുണ്ട്. ഒരു മതത്തിന്റെ മതപരമായ ആഘോഷം കടന്നു വരുമ്പോൾ മറ്റു മതസ്ഥരുടെ ആരാധനാലയങ്ങൾ മറക്കപ്പെടേണ്ടി വരുന്ന വഷളായ വൃത്തികെട്ട ഒരു സാഹചര്യം നമ്മുടെ രാജ്യത്ത് നിലനിൽക്കുകയാണ്. ഖുർആൻ പറഞ്ഞു, വആമനഹു മിൻ ഖൗഫ്, ആർക്കും ഭയമുണ്ടാകാൻ പാടില്ല. ഇത് കേരളത്തിൽ മാത്രമല്ല, രാജ്യത്തുടനീളം ഈ ഫാഷിസത്തിനെതിരെയുള്ള പോരാട്ടത്തിലായിരിക്കണം നമ്മുടെ കയ്യൊപ്പ് എന്ന് എൻ്റെ പ്രിയപ്പെട്ട സഹോദരന്മാരോട് വളരെ ആത്മാർത്ഥമായി ഓർമ്മപ്പെടുത്തുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. നമുക്ക് നീതിയുടെ പക്ഷത്ത് നിലയുറപ്പിക്കാൻ അല്ലാഹു അതിനുള്ള കഴിവും ശേഷിയും വിശാലമായ മനസ്സും റബ്ബ് സുബ്ഹാനഹു വ തആല പ്രദാനം ചെയ്യുമാറാകട്ടെ. അഖൂലു ഖൗലി ഹാദാ അസ്തഗ്ഫിറുല്ലാഹ ലി വലക്കും വലിജമീഇൽ മുസ്ലിമീൻ വൽമുഅ്മിനീന അജ്മഈന ഫസ്തഗ്ഫിറു ഇന്നഹു ഹുവൽ ഗഫൂറുർ റഹീം വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.